എല്ലാവർക്കും സുപ്രഭാതം. അപ്പോൾ നേരം വെളുത്തു ഓരോരോ ജോലികളിലേക്ക് വീട്ടമ്മമാരെല്ലാം പ്രവേശിച്ച് ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിക്കവാറും കഴിഞ്ഞു കാണും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? രാവിലെ തന്നെ സവാള വറ്റൽമുളകും കൂടെ ഒരു ചട്നി. സവാള വറ്റൽമുളകും ഉപ്പും ഒരല്പം പുളി. അതാണ് രാവിലത്തെ ചട്നി. പിന്നെ ഇഡ്ഡലി. ഇതൊക്കെയല്ല എന്തോ ഉണ്ടാക്കുകയല്ലേ രാവിലെ നമ്മൾ. അപ്പോൾ ഇഡ്ഡലി. ഇന്നലെ എൻ്റെ ചാർജർ അങ്ങ്. പിന്നെ രാവിലെ ചട്നി അരച്ചു വെച്ചു, കാണിച്ചല്ലേ. ഇത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നുകൂടെ രുചിയായിരിക്കും. പക്ഷെ ഞാൻ എളുപ്പത്തിൽ നിന്ന് വലിയ ഉള്ളി, ഒരു ലേശം ഇഞ്ചിയും പുളി ഉപ്പും കൂടെ അരച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂട് വെളിച്ചെണ്ണ ഒഴിക്കണം, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇനി ഇഡലി ആയി. ഇഡലി ആയി. കൈ കൊള്ളുന്നു, ഭയങ്കര ചൂട്. ചെറിയ അടുപ്പത്തിരിക്കാം. അപ്പോൾ നമുക്കത് ചൂട് പിന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇന്നത്തെ ഇഡ്ഡലി. അതായത് നോക്കൂ, രാമശ്ശേരി ഇഡ്ഡലി എന്ന് കേട്ടിട്ടില്ലേ? രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാൻ പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ നമ്മൾ കിണ്ണനപ്പൊക്കെ ഉണ്ടാക്കാനുള്ള തട്ടില്ലേ, അതിലേക്ക് ഒരു ഇല വെച്ചു. അതിലേക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ നമ്മൾ കിണ്ണനപ്പൊക്കെ ഉണ്ടാക്കാൻ വെക്കുന്ന തട്ടില്ലേ, പരന്ന തട്ട്, ആ തട്ടിലേക്ക് ഒരു ഇല വെച്ചു. ഇല വെച്ചിട്ട് വട്ടത്തിൽ ഇല വെച്ചിട്ട് ആ ഇലയിൽ ഓരോന്നോരോന്നായിട്ട് കോരി ഒഴിച്ചു. പക്ഷേ താമസമുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. എന്നാലും നമുക്കൊരാഗ്രഹം. ഈ രാമശ്ശേരി ഇഡ്ഡലിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മാവൊക്കെ സെയിമാണ്. അതിന് തട്ടായിട്ടുള്ള നീളത്തിലുള്ള ഇല പോലുള്ള അടുക്ക് പാത്രമുണ്ട്. അതിലോ അല്ലെങ്കിൽ മൺകലമില്ലേ, മൺകലത്തിൻ്റെ വായ തുണി കൊണ്ട് കെട്ടിയിട്ട് അതിലൊഴിച്ചോ ആണ്, അതിൽ ഇല വെച്ചിട്ടോ ആണ് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുക. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് പരന്ന ആ ഹോൾസുള്ള തട്ടിൽ അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊരാഗ്രഹം. അപ്പോൾ അതും പിന്നെ ചട്നി. ചൂടാണ്, എടുക്കാൻ പറ്റുന്നത് ഭയങ്കര ചൂട്.
രണ്ടെണ്ണം ഉണ്ടാക്കി. ഇനി രണ്ടെണ്ണം ഉണ്ടാക്കി. ഇനി മാഷ് വരുമ്പോൾ ആ ഇലയെടുത്ത് അങ്ങോട്ട് തട്ടിലോട്ട് വെച്ച് ഓരോ തവിയായിട്ട് ഒരു തവി ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയാൽ മതി. ആ ചട്നി പിന്നെ പൊടിയുണ്ട്. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാമശ്ശേരി ഇഡ്ഡലി, എൻ്റെ രാമശ്ശേരി ഇഡ്ഡലി, ഉള്ളിച്ചട്നി. നിങ്ങൾക്ക് ഇഷ്ടമാകുമല്ലേ? എന്തോ സോഫ്റ്റാണെന്നറിയാം, നല്ല രുചിയാണ്. ചൂടുണ്ട്, ചൂട്. വായിട്ട് അഴിഞ്ഞു പോകും. പാലക്കാട് രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഉറവിടം. ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു സെയിം മാവ്, ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവ് തന്നെ. പാത്രമൊക്കെ അവരെന്നെ കാണിച്ചു. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് രാമശ്ശേരി. ഇത്ര ഉള്ള ഒരു അടുക്ക് പാത്രം, അല്ലെങ്കിൽ മൺകല, ചെറിയ കല നിരനിരയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ചെറിയ കലത്തിൽ തുണി കൊണ്ട് വായ കെട്ടിയിട്ട് കൊച്ചു കൊച്ചു ഇലകൾ വെച്ചിട്ട്, അല്ലെ തുണി തന്നെ വെച്ചിട്ട്, രണ്ടും ആകാം, അതിൽ കോരി ഒഴിച്ച് കുറേ അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ നിരനിരയായിട്ട് വെച്ചിട്ട് ടേസ്റ്റ്, പക്ഷേ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റാണ്. സൂപ്പർ. ഇനിയും ചക്കക്കുരും മാങ്ങായും കൂടെ ഉച്ചക്കലത്തേക്ക് ചക്കക്കുരും മാങ്ങയും കൂടെ ഒരു കൂട്ടാൻ. വഴുതനങ്ങയും കൈപ്പയ്ക്കയും കൂടെ അരിഞ്ഞ ഇന്നലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഇത്തിരി വിനീഗറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മെഴുക്ക് വരട്ടി. പിന്നെ കുറച്ച് സംഭാരം ഉണ്ടാക്കി വയ്ക്കും. ഇതോടെ ഉച്ചക്കത്തെ കാര്യമാവും. ചൂടൊക്കെ അല്ലേ, സിമ്പിളായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ചൂടല്ലേ. അപ്പോൾ എൻ്റെ പ്രഭാതത്തിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം. ചായ ഉണ്ടാക്കുന്നതും പുട്ടുപൊടി നനയ്ക്കുന്നതും പാല് കാച്ചുന്നതും അതിലൊക്കെ ഒരുപാട് ശ്രദ്ധ വേണം. ഇതൊക്കെ എളുപ്പം ചെയ്യുന്നവരുമുണ്ട്, ചെയ്യാം. എന്നാൽ ഇന്ന് ഞാൻ പാല് കാച്ചുന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മൾ ഇത് ചുക്കുവെള്ളം പാലടുപ്പത്ത് വെച്ച്, അത് കവർ പാലായാലും ഏത് പാലായാലും നമ്മൾ ഇപ്പോൾ കവറിൽ നമ്മൾ പാല് ഒഴിച്ചു. കവർ പാല് മിൽമ തീ കത്തിച്ചു. ഇനി നമ്മളത് ഇതാ പാലിങ്ങനെ ഇളക്കി പാല് കാച്ചുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തെന്നാൽ പശുവിൻ്റെ അകട്ടിൽ നിന്ന്, ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കറക്കുന്ന പശുവിൻ പാലായാലും പശുവിൻ്റെ അകട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പശുവിൻ്റെ അകട്ടിൽ അതിൻ്റെ രോമം ഉണ്ടാകും, എന്തെങ്കിലും ചെറിയ പ്രാണികളുണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ മിൽമപ്പാലായാലും ശരി, ഏത് പാലായാലും ശരി, അത് അരിപ്പ വെച്ച് നല്ലോണം ആദ്യം അരിക്കണം.
ഞാൻ അരിപ്പ വെച്ച് അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അടുപ്പ് കത്തുന്നുണ്ട്. അരിപ്പ വെച്ച് നല്ലോണം അരിച്ചൊഴിക്കുമ്പോൾ കാണാം നിറയെ പശുവിൻ്റെ അകട്ടിൻ്റെ രോമങ്ങൾ, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികൾ, ഇതൊക്കെ അതിനകത്ത് കാണാം. എത്ര അകട് കഴുകിയാണ് ചെയ്യുന്നെങ്കിലും അതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ മിൽമ വഴി വന്നാൽ ഈ പാലൊന്നും അവർ അരിച്ചൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ പാല് കാച്ചുമ്പോൾ നിങ്ങൾ പാല് അരിച്ചെടുത്തിട്ട് വേണം പാല് കാച്ചാൻ. നല്ലോണം പാല് ഇളക്കി കൊടുത്ത് തിളയ്ക്കണം. തിള വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലരെ പാല് ഓഫാക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ പാലങ്ങോട്ട് വെച്ചു തിള തിള പൊങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാർ പാലം ഓഫാക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് ഡേഞ്ചറസാണ്. ആ പാലിങ്ങനെ നോക്കൂ, ഇത് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിള വരുമ്പോൾ ശകലം തിരി കാത്തു വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാനൊക്കെയാണ് രാവിലെ നേരമെന്ന് ചോദിക്കും. 10 മിനിറ്റ് മതി എല്ലാം കൂടെ. ഇതാ അപ്പോഴത്തേക്ക് ചായയുടെ വെള്ളം അപ്പുറത്ത് തിളയ്ക്കും. ചായയുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നല്ലോണം ഇങ്ങനെ നമ്മളിത് ഇളക്കി ഇനി വീണ്ടും തിരിഞ്ഞിട്ടണം. തിരിഞ്ഞിട്ട് ആ പാല് തിളച്ച് പൊങ്ങാതെ അതിനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് പാലിന് വേവുണ്ട്. തിളച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് വേകണം. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നന്നായിട്ട് പാല് വേകണം. വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് തോന്നും ചോറാണ് ആ ചിത്രം വേകാൻ. പാലിന് വേവുണ്ട്. പാലിന് വെന്തതിന് ശേഷം മാത്രമേ നമ്മളത് ഓഫാക്കാവൂ. ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കും. അന്ന് ഞാൻ ചായ വയ്ക്കുന്ന നിങ്ങളെ കാണിച്ചു തന്നു. ആദ്യം ആളുകൾക്ക് സംശയമായിരുന്നു, ഞങ്ങളെല്ലാവരും എന്നും ചായ വയ്ക്കുന്നതാണല്ലോ എന്ന്. പിന്നീട് ചിലരൊക്കെ പറഞ്ഞു ഇത് ശരിയാണ്, ഇങ്ങനെയാണ്. ചിലർ പാലും വെള്ളവും ചായപ്പൊടിയും കൂട്ടി തിളപ്പിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പാല് വേറെ തിളപ്പിക്കണം, വെള്ളം വേറെ തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് നല്ലോണം അത് തിളയ്ക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള പാലിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് തേയില വെള്ളം. എന്നിട്ട് അത് നല്ലോണം ഇങ്ങോട്ടും വീശി ആറ്റി പറിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആ ചായക്ക്. അല്ലാതും ചായ തന്നെ, പക്ഷേ ചായ വ്യത്യസ്തമാണത്. പിന്നെ ചായ തന്നെ ഏലക്കായിട്ട് ചായ വയ്ക്കാം, ഇഞ്ചി ഇട്ട് ചായ വയ്ക്കാം, ഗ്രാമ്പൂ പട്ട എല്ലാം ഇട്ട് മസാല ചായ വയ്ക്കാം. അങ്ങനെ എത്ര ചായകൾ ഉണ്ടാവും. ഈ പാല് ഇവിടെ കണ്ണ് കൂടി പറ്റട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ബ്യൂട്ടി ടിപ്പാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ ഒരു 15 വർഷം മുമ്പാണ്. അന്നേരം കണ്ട അവിടെ മസാജിങ്ങും ഫേഷ്യലും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം അവിടെ അപ്പം ഞങ്ങളൊക്കെ ഫേഷ്യലും എൻ്റെ മരുമക്കളുമാരും ചെയ്തിട്ട് ഞാൻ എൻ്റെ കൂടെ വന്ന വേറെ ആൾക്കാരെ ഞാനൊന്നും പറയുന്നില്ല. അവർക്ക് തോന്നുന്നു ചേച്ചി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഫേഷ്യൽ ചെയ്തു, ഞാനും ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫേഷ്യൽ എന്താണെന്ന് അറിയുന്ന പോലും. തായ്ലൻഡ് ഫേഷ്യൽ. അവിടെ പക്ഷെ അവർ തായ്ലൻഡ് ഫേഷ്യല്, കൊറിയക്കാരുടെ ഫേഷ്യല്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേഷ്യൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ചെയ്ത ഒരു ഫേഷ്യലാണ്, ഒരു ചിലവുമില്ല. അവിടെ ബക്കറ്റ് നിറച്ച് ചോറ്, കഞ്ഞിവെള്ളം ഇതെല്ലാം ഇരിക്കുകയാണ്. തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അവരെടുത്തത്. അപ്പോൾ പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാരങ്ങാനീരൊഴിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊന്നും നാരങ്ങാനീര്. എല്ലാ ഫേസിനും നാരങ്ങാനീര് എല്ലാ സ്കിന്നും പറ്റിയല്ല. അതിന് പകരം കഞ്ഞിവെള്ളം തലേ ദിവസത്തെ പുളിപ്പിച്ചത്. ഒരുപാട് പുളിക്കണ്ട, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം ചോറ് തലേ ദിവസത്തെ അന്നത്തെ എപ്പോഴത്തെ വേണേലും ആകാം. ഈ ചോറും തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ അന്നത്തെ കഞ്ഞിവെള്ളം മതി. ഒരു തുള്ളി തൈരും കൂടി ഒഴിക്കണം. അതെന്നിട്ട് ചോറെടുത്തിട്ട് ആ ചോറും കൂടെ നന്നായിട്ട്
നമ്മൾ മിക്സിയുടെ ഈ ചെറിയ ബൗളിൽ ഇനി നമുക്ക് പാൽ വെക്കാം. ഇത്ര നേരം പാലിന് വേണം. അതിനുശേഷം നമ്മൾ ചോറ് ഏത് ചോറും ആകാം കേട്ടോ. ചോറ് ഏത് ചോറും ആകാം. ഇത് പച്ചരിയുടെ ചോറാണ്. മിക്സിയുടെ ബൗളിലേക്ക് ചോറ് നല്ലോണം അരി വെച്ചിട്ടുണ്ട്. ഒരല്പം കഞ്ഞിവെള്ളം, അല്പം മതി കഞ്ഞിവെള്ളം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ. അവർ വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്ന ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അടിക്കണം. എന്നിട്ട് നമ്മളതിനെ ഈ ഇങ്ങനെ നമ്മുടെ ബേസിൽ ഞാൻ കയ്യിലാണ് കാണിക്കുന്നത്. ബേസിൽ ഇന്നലെ ഞാൻ ഇട്ടത് ഇങ്ങനെ ഇത് പരത്തി കൊടുക്കണം. ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇത് ഞാൻ ഇന്നലെ ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യാതെ. ഇത് ഫ്രിഡ്ജിലിരുന്ന ചോറായതുകൊണ്ട് ഒന്നും കൂടെ അതിനൊരു കൂൾനെസ് ഉണ്ട്, നല്ല സുഖം. ഫ്രിഡ്ജിലിരുന്ന ചോറാണ്, അവിടെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഇന്നലെ ഫേസിലിട്ടു, അതുകൊണ്ടാണ് ഇന്ന്. പിന്നെ അത് തന്നെയല്ല, എൻ്റെ ഫേസിലൊക്കെ നിങ്ങളൊന്ന് എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾ മടുത്ത് കിടക്കാം. ഇങ്ങനെ ഇത് പരട്ടി കൊടുക്കാം. പരട്ടിയിട്ട് ഒരു സാധാരണ ഇല്ല, അതിന് ഫ്ലാസ്കിലുണ്ട് തോന്നുന്നു. ഇതിലില്ല, വെള്ളം ചൂടോളം വെച്ചിട്ട് ഒട്ടുമില്ല, വെക്കണം. കൈ കഴുകിയിട്ട് വെക്കാം. ഫ്ലാസ്കിലുണ്ട്, നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മളത് കണ്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എൻ്റെ കൈയൊക്കെ ചുളുങ്ങിയ കൈയൊക്കെയാണ് കേട്ടോ, വയസ്സായ കൈയല്ലേ. നിങ്ങൾക്ക് ഞാൻ ഫേസിൽ കാണിക്കാത്തുണ്ടോ വെച്ചാൽ ഇന്നലെ ഫേസിൽ ഇട്ടു. ഇത് എന്താ ഫേസ് കണ്ടു, ഇന്നലെ ഇട്ടതാണ് ഫേസിൽ. ഇതിലിട്ട് ഞാൻ ഫേസിലിട്ട് നോക്കി. നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം മറ്റുള്ളവരെ അത് കാണിക്കാവൂ. ഇങ്ങനെ 10 മിനിറ്റ് വേണം ഇത്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഒരു 6-7 മിനിറ്റ് മതി. എന്നിട്ട് നമ്മളത് നല്ലോണം തുടച്ച് കളഞ്ഞിട്ട് നോക്കണം. നല്ല ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങും നമ്മുടെ മുഖം. എൻ്റെ മുഖമൊന്നും അത്രയല്ലേ വെളുത്തൊന്നും അല്ലല്ലോ. എന്നിട്ട് പോയി നോക്കൂ, ഉണ്ടോ? ഇതുപോലെ ആകും. അപ്പം നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ മുഖമൊക്കെ നല്ല തെളിച്ചമാകും. ഗ്ലാസ് പോലെ, കണ്ണാടി പോലെ തിളങ്ങുന്നത്.
ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യൂ. വളരെ നല്ലതാണ്, നമ്മുടെ ഫേസിനൊക്കെ നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ നിങ്ങളെ കാണിക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫേസ് കണ്ടോ, ഇന്നലെ ഞാനിത് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിച്ചത്. നല്ല മാറ്റമില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം, നിറയെ വെള്ളം കുടിക്കണം. ഇതുപോലെ നമ്മുടെ ഫേസ്, നമ്മുടെ ഹെയർ ഒക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സമയമാണിത്. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായി വരുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി തരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനവും ഭവന്തു. ലോകത്തിൽ എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. അതല്ലേ വേണ്ടത്. അപ്പോൾ നമസ്തേ.